പൊസിഷൻ നോക്കിയിട്ട് വേണം പറയാൻ. എൽ തന്നെ എടുക്കാം. നല്ലോണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? കെ എടുക്കാം. കെ എടുക്കുന്നു. ഓക്കെ, ഓപ്പൺ കെ. ഇപ്പോ ഒരു കണ്ണും പുരികവും ഏകദേശം കിട്ടിയിട്ടുണ്ട്. ആ കണ്ണിന്റെ ഉടമ ആരായിരിക്കും എന്നുള്ളത് 60 സെക്കൻഡിനുള്ളിൽ പറയണം. 3 പവൻ സമ്മാനമായി കിട്ടുന്ന റൗണ്ടാണിത്. ഓർക്കുക, ഈ കണ്ണിന്റെ ഉടമയായ പ്രശസ്തനായ വ്യക്തി ആയിരുന്നു. ഒന്നൊരു 60 സെക്കൻഡിനോടൊന്ന് ആലോചിക്കാൻ നോക്ക്. എന്തെങ്കിലും ഒരെണ്ണം ഗസ് ചെയ്യുക. ആർക്കായിരിക്കും ഇങ്ങനെ ഒരു കണ്ണുണ്ടാവുക? ചിരിക്കുന്ന കണ്ണുകളാണത് അല്ലേ? ആരായിരിക്കും? ഗസ്. പറയാൻ പേടിയാണ്. പറയാൻ പേടിയെന്നല്ല, ഒന്ന് വെറുതെ ഗസ് ചെയ്യാം. ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ടേ ഉറപ്പിക്കുള്ളൂ. അടുത്ത പോകും. ഗിരിജ ഇത് 3ാമത്തെ ശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഒരക്ഷരം പറഞ്ഞോളൂ. എൻ. എൻ. ഓപ്പൺ എൻ. ഇപ്പോ ആ ചിരിക്കുന്ന കണ്ണുകൾക്ക് അടുത്തുള്ള ചിരിക്കുന്ന ഒരു മൂക്കും ചിരിക്കുന്ന ഒരു മീശയുടെ ഒരു തുടക്കവും കിട്ടിയിട്ടുണ്ട്. പിടിയിട്ടുന്നുണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോ പറ്റുന്നുണ്ടോ? 2 പവൻ സമ്മാനമായി കിട്ടാവുന്ന ഒരു ഉത്തരമാണിത്. ഒരു ചിരിക്കുന്ന ഒരു കണ്ണും പുരികവും മൂക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ വളരെ സുപരിചിതനായ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രതിഭയുടേതാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. എന്തു പറയുന്നു ഗിരിജ? എനിക്കൊരക്ഷരവും കേൾക്കുന്നില്ല. ഗിരിജയുടെ ചിരി. സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി 4ാമത്തെ അവസരമാണ്. 4ാമത്തെ അവസരം എന്ന് പറയുമ്പോൾ അത് 1 പവൻ സമ്മാനം കിട്ടുന്നതാണ്. എന്റെ സഹായം കൂടെ ഉണ്ടാവും. 2 ഉത്തരങ്ങളിൽ 1 ഗിരിജയ്ക്ക് തെരഞ്ഞെടുക്കാം. എന്ത് പറയുന്നു? ഓക്കെ, 4ാമത്തെ ശ്രമത്തിലേക്ക് പോകാം. ഓക്കെ, പറഞ്ഞോളൂ. ഒരു ലെറ്റർ. ഐ. ഐ. ഓപ്പൺ ഐ. ചിരിക്കുന്ന 2 കണ്ണുകളും മൂക്കും മീശയുടെ ഒരറ്റവും കിട്ടിയിട്ടുണ്ട്. പിടികിട്ടിയാ? കിട്ടി. ആദ്യമേ പിടികിട്ടിയായിരുന്നു. എന്നാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പേടിയായിട്ടായിരുന്നു അല്ലേ? ആരാ പറയൂ? ബിജു മേനോൻ. ബിജു മേനോൻ. അപ്പൊ എന്റെ സഹായം ആവശ്യമില്ല. ബിജു മേനോൻ എന്ന് ഉറപ്പിച്ചു അല്ലേ? നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാരും ബിജു മേനോനാണ് വോട്ട്. അപ്പോ ഗിരിജ എന്ന റാണിക്ക് വേണ്ടി തിരശീല പൂർണ്ണമായി നീക്കാം. കണ്ണ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. കണ്ണ് കണ്ടപ്പോഴേ വിചാരിച്ചു. ഇവിടെ കണ്ടപ്പോ എനിക്ക് ബിജു മേനോൻ. മലയാളത്തിലെ ഇമ്പിരി കണ്ണന്മാരായിട്ടുള്ള 2 നടന്മാരാണ് നമുക്കുള്ളത്. ജയറാം ഒന്ന്, ബിജു മേനോൻ. 2 വ്യത്യാസം എന്ന് വെച്ചാൽ ജയറാമിന് ഒരു ചെറിയ കുസൃതിയുടെ ഒരു ഇമ്പിരി കണ്ണാവുള്ളത്. ബിജുവിന്റെ കണ്ണുകളിൽ പക്ഷെ ഒരു കടലോളം വിഷാദം വരെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കണ്ണാണ്. എന്തായാലും 1 പവൻ സമ്മാനമായിട്ട് കിട്ടുകയാണ്. ഗിരിജ വരൂ. ഓക്കെ, ഇനി ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമായ 5 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ചുമ്മാ വെറുതെ ഒരു തമാശ. ഞാൻ എന്ത് ചോദിക്കുന്നു അതിന്റെ ഉത്തരം തെറ്റി പറയണം കേട്ടോ. ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ പാടില്ല. ഈ സാരി ഒരു മെറൂൺ കളറിൽ ബോർഡർ ഉള്ള സാരി അല്ലേ? ഈ ആകാശം എത്ര മനോഹരാണ്. അല്ല, ഈയിടെയായിട്ട് പൊതുവേ നമുക്ക് പത്രത്തിൽ വായിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ബഹളവും കാര്യങ്ങളും അതൊക്കെയാണ് പത്രത്തിൽ കേൾക്കുന്നത്. എന്റെ കാല് വല്ലാതെ ചൊറിയുന്നു. ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഈ സമയത്തെ ചൂടെന്ന് പറയുന്നത് അതിഭയങ്കരമായ ചൂടാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നു എന്നുള്ള വിഷമമാണ് കേരളക്കാർക്ക്. ഈ നെക്ലേസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടല്ലേ? AK ആന്റണി എന്ന് പറഞ്ഞ നേതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്റെ സിനിമകൾ ഇഷ്ടമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നെന്റെ വീട്ടിൽ രാത്രി ചപ്പാത്തിയാണ്.
ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും പരസ്പരം ഒരു ബന്ധവുമില്ലാതെ ഉത്തരം പറഞ്ഞ് 5 വെള്ളി നാണയങ്ങൾ സമ്മാനമായി നേടുകയാണ്. വരൂ ഗിരിജ, എടുത്തോളൂ. 1 2 3 4 5. സന്തോഷമായ ഗിരിജയ്ക്ക്? അതെ, ഗിരിജ ഒരു ഓൾറൗണ്ടർ ആണ്, ബ്യൂട്ടീഷ്യനാണ്, മോണോ ആക്ട് ചെയ്യും, മിമിക്രി ചെയ്യും. പിന്നെ നിങ്ങൾ കണ്ടു, ഒരാൾ ഒന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ബന്ധമില്ലാത്ത മറുപടി വരെ പറയാൻ പറ്റുന്ന, സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ വളരെ മിടുക്കിയായിരുന്ന ഒരു കലാകാരിയാണ്.